ധനം ഓൺലൈൻ എന്ന് പറയുന്നൊരു ന്യൂസ് സൈറ്റിൽ ഇന്ന് വന്ന വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ അതിൻ്റെ ഉടമസ്ഥർ ശ്രമിക്കുന്നതെന്ന്. ഇതുപോലെ കുറേ സാധനങ്ങൾ നിരന്തരം കേൾക്കുന്നതാണ്, നമ്മളത് ഇഗ്നോർ ചെയ്ത് വിടുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ അത് വിറ്റൊഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. പ്രോഫിറ്റ് ടച്ച് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ക്ലബ്ബ് ജംഷഡ്പൂർ ആണ്. അങ്ങനെയുള്ള ജംഷഡ്പൂരിന് ടാറ്റ ഫുട്ബോൾ അക്കാദമി ഉണ്ട്, അവരുടെ സ്വന്തം സ്റ്റേഡിയം ഉണ്ട്, അവർക്ക് സ്വന്തമായിട്ട് ഫാൻ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നടത്തിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവരുടെ കൂടെയുണ്ട്. പിന്നീട് മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ബംഗാൾ ക്ലബ്ബുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കും സ്വന്തമായിട്ടുള്ള ഫാൻ കമ്മ്യൂണിറ്റികളും മറ്റു കാര്യങ്ങളൊക്കെ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയും ക്ലബ് കമ്മ്യൂണിറ്റിയൊക്കെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിലേക്ക് ഒരു വരുവാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉടമസ്ഥർ ഒഴിവാക്കാൻ പോവുകയാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷെയർ ആവശ്യപ്പെട്ട് നേരത്തെയും രണ്ട് ബിസിനസ് ഡീൽ, ഒന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളതും മറ്റൊന്ന് അറബ് കൺട്രീസിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ ആളുകൾ വന്നിട്ട് കൊടുക്കാതിരുന്ന മാനേജ്മെൻറ്റാണ് ഇപ്പോൾ വിറ്റൊഴിവാക്കാൻ പോകുന്നത്. നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോഫിറ്റ് എന്നതിനപ്പുറത്തേക്ക് വലിയ ലക്ഷ്യമൊന്നും വെക്കുന്നില്ല എന്ന് എനിക്കറിയാം. വേറെ ആരെങ്കിലും എൻ്റെ അസംഷൻ വേറെയുള്ള ആളുകൾ വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ക്ലോസും കാര്യങ്ങളൊക്കെ ഇവർ ഇതിനോട് ചേർത്ത് വെക്കാൻ യാതൊരു മടിയും കാണിക്കത്തില്ല. സോ ഇവർ ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ ചുമ്മാതെ തള്ളിക്കയറ്റിയ സാധനങ്ങൾ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം സ്റ്റേഡിയവും ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. ഇവർ വിൽക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പം 10 വർഷത്തേക്ക് ട്രെയിനിങ് ഗ്രൗണ്ട് ലീസിന് എടുക്കാനൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ വിറ്റൊഴിവാക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് ആരാധകർക്കിടയിൽ പെട്ടെന്നൊരു ആശയക്കുഴപ്പം പിടിച്ചു നിർത്തി. അയ്യോ, ക്ലബ്ബ് വിറ്റുപോകും, ക്ലബ്ബിനെ ആരും എടുക്കാനില്ല, ആരാധകർക്ക് ക്ലബ്ബിൻ്റെ സപ്പോർട്ട് പിൻവലിച്ച് കഴിഞ്ഞാൽ ആരും കാണില്ല, അപ്പം ആരാധകരെ പേടിപ്പിക്കാനുള്ളൊരു ഗിമ്മിക്ക് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഈ അധികൃതർ ഒരു തേങ്ങയും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് വി നീഡ് റിസൾട്ട്, നത്തിങ് മോർ ദാൻ ദാറ്റ്. റിസൾട്ട് മാത്രം ഉണ്ടാക്കി തന്ന ആരാധകർ കൂട്ടത്തോടെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരും. കാരണം ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ വികാരത്തിൽ അങ്ങ് അലിങ്ങി ചേർന്നിട്ടുണ്ട്. അതിനെ സെഡേഷൻ കൊടുത്ത് മാറ്റിയിട്ടേക്കാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ തണുപ്പൻ നയങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. അവർക്ക് ഒന്ന് ഉണരണമെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണലായിട്ട് കൂടുതലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. വി ജസ്റ്റ് നീഡ് റിസൾട്ട്, നത്തിങ് മോർ ദാൻ ദാറ്റ്. നമുക്ക് റിസൾട്ട് എന്നതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. നിങ്ങൾ നല്ല 2 കളി കളിച്ച് കഴിഞ്ഞാൽ ആരാധകർ കൂട്ടത്തോടെ കയറി വരും. അല്ലാതെ ഇവിടെ വലിയ പ്രതിസന്ധിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലബ്ബിനെ പറിച്ച് വേറെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാണ്. ഇതൊക്കെ ഒരു ഗിമ്മിക്കല്ലേ, നമുക്കറിയാമല്ലോ. കാരണം ഇവിടെ കിട്ടുന്ന ഫാൻ ബേസ് വേറെ എങ്ങും കിട്ടാൻ പോകുന്നില്ല. സോ പറിച്ച് വേറെ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ളൊരു ഗിമ്മിക്കാണ്. അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ആ ഒരു വാർത്ത കണ്ടതുകൊണ്ട് ഞാൻ മാത്രമേ ഇത് ഷെയർ ചെയ്തേ ഉള്ളൂ.